ഫുഡി ടോക്കിലേക്ക് ഏവർക്കും സ്വാഗതം. ഇനി ഞാൻ ഈ വഴുതനങ്ങ വെച്ച് ഒരു വെറൈറ്റി റെസിപ്പി ചെയ്യണം കേട്ടോ. അതിന് വേണ്ടി ഒരു വലിയ വഴുതനങ്ങ എടുത്തിട്ടുണ്ട്, 3 തക്കാളിയും 6 അല്ലി വെളുത്തുള്ളിയും 3 പച്ചമുളകും. ഒരു അലൂമിനിയം ഫോയിൽ ഷീറ്റ് എടുക്കുക, അതിൽ ഈ വഴുതനങ്ങ അതുപോലെ റാപ്പ് ചെയ്തെടുക്കുക. അതുപോലെ തക്കാളിയും പച്ചമുളകും വെളുത്തുള്ളിയും വേറെ ഒന്നിലും റാപ്പ് ചെയ്യാം. ഞാൻ ഇത് ചെയ്തിരിക്കുന്നത് എയർ ഫ്രയറിൽ വെച്ചിട്ടാണ് കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഗ്യാസ് സ്റ്റൗവിൽ വെക്കാം, ഈ കനലുണ്ടെങ്കിൽ അതിൽ വെച്ച് വേവിച്ചെടുക്കാം. എയർ ഫ്രയറിൽ വെച്ചിട്ട് 200-ലിട്ടിട്ട് 25 മിനിറ്റ് വേവിച്ചെടുത്തിട്ടുണ്ട്. അതിൻ്റെ ഇടയിലൊന്ന് ഞാൻ തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഈ 25 മിനിറ്റ് 30 മിനിറ്റിൻ്റെ ഉള്ളിൽ എന്തായാലും വെന്തിട്ടും. ഇത് ഏകദേശം നന്നായി വെന്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ സ്കിന്നൊക്കെ ഒന്ന് മാറ്റിയെടുക്കണം, ചൂടോടെ തന്നെ മാറ്റിയെടുത്താലേ കിട്ടുള്ളൂ കേട്ടോ. അത് ഞാൻ ഇതിൻ്റെ സ്കിന്നൊക്കെ മാറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഒരു കുഴിയുള്ള പാത്രം എടുക്കുക, അതിലേക്ക് തക്കാളിൻ്റെ സ്കിന്ന് കളഞ്ഞ് ഈ വഴുതനങ്ങ ഇതേപോലെ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് കൈ കൊണ്ട് എടുക്കാൻ, ചൂടായത് കാരണം എടുക്കാൻ പറ്റില്ല, അപ്പോൾ അങ്ങനെ നമുക്ക് കത്തി വെച്ചിട്ട് എടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു മാഷർ വെച്ച് നന്നായി മാഷ് ചെയ്തെടുക്കണം, നല്ലതുപോലെ മാഷ് ചെയ്യണം കേട്ടോ. ഇനി ഉപ്പിട്ട് കൊടുത്ത് വീണ്ടും മാഷ് ചെയ്യണം. ഇനി ഒരു പാൻ എടുത്ത് അടുപ്പത്ത് വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കുക. ചൂടായി വരുമ്പോൾ കടുകും ചെറിയ ജീരകവും അതുപോലെ വറ്റൽമുളകും ഇട്ട് ജസ്റ്റ് ഒന്ന് പൊട്ടിക്കാം. അതിലേക്ക് നമ്മൾ മാഷ് ചെയ്ത് വെച്ച വഴുതനങ്ങ ഇട്ട് കൊടുക്കാം. ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം, ഒരുപാട് നേരം ഇട്ട് മിക്സ് ചെയ്യരുത്, അതിൽ ഗ്രേവിയൊക്കെ ഇല്ലാണ്ടായി പോവും, വറ്റിപ്പോവും. ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. അതിവിടെ റെഡി ആയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.